ഹലോ, അങ്ങനെ വീണ്ടും പുതിയ സ്മാർട്ട് ഫോൺസിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഒരു 4 സ്മാർട്ട് ഫോൺ ഇപ്പം ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പോയുടെ ഭാഗത്തു നിന്ന് വീണ്ടും അവരുടെ ഒരു ഡൈപ്പ് കളിയായിട്ടൊരു ഫോൺ ഇറങ്ങുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ CMFൻ്റെ ഭാഗത്തു നിന്നൊരു ഫോൺ, നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡ്. പിന്നെ റിയൽമിയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു ഐറ്റം. കുറച്ച് മുമ്പേ ഒരു സ്മാർട്ട് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു, റിയൽമി GT60 എന്ന് പറഞ്ഞിട്ട്. എന്താണെന്നറിയില്ല, അതിനെപ്പറ്റി വലിയ അറിവൊന്നും പിന്നെ നമ്മളധികം കേട്ടില്ല. എങ്കിലും കുഴപ്പമില്ല, പുതിയൊരു സ്മാർട്ട് ഫോൺ അവർ ഇറക്കുന്നുണ്ട്. പിന്നെ ഷവോമിയുടെ ഭാഗത്തു നിന്നൊരു പുതിയൊരു സീരീസ് CV എന്ന് പറയുന്നൊരു സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓപ്പോയുടെ ഭാഗത്തുനിന്ന് ഒരു ഉഡായിപ്പ് എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടും. അതല്ലാതെ സ്പെക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അത്ര പ്രോമിസിങ് ആയിട്ടുള്ള സ്പെക്കൊന്നും അല്ല ആ ഒരു ഡിവൈസിൽ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് MediaTekൻ്റെ 750 എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കും വേണ്ടാത്ത ആ ഒരു ചിപ്സെറ്റൊക്കെ ആയിട്ടാണ് ആ ഫോൺ ഇറങ്ങുന്നത്. അതും ഒരു വർഷം മുമ്പുള്ള ഒരു പ്രോസസ്സറായിട്ട്. ഇപ്പം ആ ഒരു റേറ്റിൽ നമുക്ക് നല്ല പ്രോസസ്സേഴ്സ് കിട്ടും. ഇപ്പം MediaTekൻ്റെ തന്നെ 7200ൻ്റെ പല വേരിയൻസ് ഉണ്ട്. 7200, 7200+, 7200 അൾട്ര. ഇതൊക്കെ വെച്ച് ഇറക്കുവാണെങ്കിൽ ഇത്തിരി കൂടിയും നല്ലതായാണ്. ഓപ്പോ എന്താ ഈ ഒരു ഫോൺ വെച്ച് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഈ ഒരു ഫോൺ IP69 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കേഷൻ വെച്ച് ഇറക്കുക എന്നാണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസൈനൊക്കെ നോക്കുവാണെങ്കിൽ നല്ല പ്രീമിയം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ Find X7 അൾട്ര എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് അവർ ഇറക്കിയായിരുന്നു. ഇന്ത്യയിലില്ല ഡിവൈസ്. അപ്പോൾ ആ ഒരു ഡിവൈസിന് ഇൻസ്പയർ ആയിട്ടുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ എല്ലാവരും റൗണ്ട് ക്യാമറ സെറ്റപ്പിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇതിലും നമുക്ക് റൗണ്ട് ക്യാമറ സെറ്റപ്പായിട്ട് വരും. പറയാൻ പറ്റുമ്പോൾ ഇതിൻ്റെ പേര് ഓപ്പോ F27 Pro Plus എന്നാണ് പറയാം. ഓക്കെ, പിന്നെ ഈ ഒരു ഫോൺ എടുത്താലുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, റിയൽമിയിലും OnePlusലും കിട്ടുന്നതിനേക്കാളും ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഓപ്പോയിൽ കിട്ടും. കാരണം കളർ വോയിസിൻ്റെ മെയിൻ സംഭവം ഓപ്പോ ആയിട്ട് അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ് മാത്രം, സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ഡിവൈസിൽ കുറച്ച് കൂടുതൽ കിട്ടുമായിരിക്കും. അതല്ലാതെ ഇതെടുക്കാൻ അത്ര നല്ലൊരു ഫോണല്ല. ഓക്കെ, ആ ഒരു ഫോൺ എന്തായാലും അത്യാവശ്യം പ്രൈസിങ് ആവും. കാരണം സാംസങ് ഇപ്പോൾ പ്രൈസ് ചെയ്യുന്നതിൻ്റെ ഒരു മിനിയേച്ചർ സെറ്റപ്പാണ് ഓപ്പോ ചെയ്യാറ്. ഫോൺ നല്ല ഡിസൈനിൽ ഇറക്കും, പിന്നെ ചെറിയ പ്രൊസസ്സർ വെച്ചുകൊണ്ട് ഇറക്കും അത്യാവശ്യം പ്രൈസായിട്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഫോൺ മാത്രം വിറ്റാവാൻ ചാൻസ് കുറവാണ്. എന്തായാലും ഇത് 13 ജൂണിൽ അത് ലോഞ്ച് ആവുന്നതായിരിക്കും. ഇനി അടുത്ത് റിയൽമിയാണ്. ഓക്കെ, റിയൽമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പ് അവരുടെ ഒരു GT ലൈനപ്പിൽ ഒരു ഡിവൈസ് ഇറക്കിയായിരുന്നു. ആ ഒരു ഡിവൈസ് റിയൽമി GT60 എന്ന് പറഞ്ഞൊരു ഡിവൈസാണ്. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തപ്പോൾ അത് പറഞ്ഞായിരുന്നു. എന്തായാലും ആ ഒരു GT സീരീസിൻ്റെ ഒഫീഷ്യൽ ലൈനപ്പ് വരുമെന്ന്. അത് ഇവിടെ വന്നിരിക്കുകയാണ്. ഓക്കെ, GT സീരീസിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ റിയൽമി GT60 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആയിട്ട് വരുന്നതാണ് റിയൽമി GT6 സീരീസ്. ഓക്കെ, അപ്പോൾ ഈ 6 സീരീസിൽ അതായത് നമുക്ക് 6ഉം 6 പ്രോയും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതുവരെയും 6 Pro വന്നിട്ടില്ല, 6 ആണ് വരാൻ പോകുന്നത്. 6ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ജൂൺ 20 ലോഞ്ച് ചെയ്യും. പിന്നെ ഈ ഒരു റിയൽമി GT60യും റിയൽമി GTയും 6ഉമായിട്ടുള്ള വ്യത്യാസം ചിപ്സെറ്റിനാണ്. റിയൽമി GT60യിൽ 7S Gen 3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിപ്പാണ് വരുന്നത്. ആ സമയത്ത് ഈ ഒരു പുതിയ GT6ലേക്ക് വരുമ്പോൾ 8S Gen 3 എന്നുള്ള ചിപ്പാണ് വരുന്നത്. റിയൽമിയുടെ ആ ഒരു GT60യുടെ പ്രൈസിങ് ഇപ്പോൾ തന്നെ ഒരു 28 മുതൽ 28-29 ആ റേഞ്ചിന് മേളിലേക്കാണ്. അപ്പോൾ എന്തായാലും ഈ റിയൽമി GT6 മിക്കവാറും ഒരു 30-35 ആ റേഞ്ചിന് മേളിലേക്ക് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം റിയൽമിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രൈസിങ് സെറ്റപ്പിലേക്ക് വരുവാണ്, സാംസങ്ങിൻ്റെ ഒക്കെ പോലെ. പക്ഷേ ഓപ്പോ ചെയ്യുന്ന പോലെ അല്ല റിയൽമി ചെയ്യുക. റിയൽമി കൊടുക്കുന്ന പ്രൈസിനുള്ള സ്പെക്ക് ഉണ്ട് എന്തായാലും. കാരണം ആ ഒരു ഇൻ ഹാൻഡ് ഫീലും സ്പെക്കും പിന്നെ യൂസർ എക്സ്പീരിയൻസും ഒക്കെ അടിപൊളിയാണ്. റിയൽമിയുടെ GT സീരീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പോയുടെ കൂട്ടല്ല. ഇനി അടുത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ CMF, നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡാണ്. CMF എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് ഇപ്പോൾ തന്നെ എല്ലാവരും ഏറ്റെടുത്ത് ഇരിക്കുന്നൊരു കാര്യമാണ്. അവരുടെ സ്മാർട്ട് വാച്ചും പിന്നെ ഹെഡ്ഫോൺസ് വലിയ ക്വാളിറ്റിയിലെങ്കിലും സ്മാർട്ട് വാച്ച് നല്ല അടിപൊളി സാധനം. പക്ഷേ കംപ്ലയിൻസ് വരുന്നുണ്ട്. എങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ അടിപൊളിയാണ്. സ്വന്തമായിട്ട് OS ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് ഒക്കെ നൈസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നത്തിങ്ങിൻ്റെ ആ ഒരു CMFൻ്റെ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയാം. ഉടായിപ്പാണല്ലേ ഒന്നും. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. CMF Phone 1 എന്നാണ് അതിനെ വിളിക്കുക. നത്തിങ് ഫോൺ എന്ന് പറഞ്ഞാൽ CMF Phone 1. ഇതിൻ്റെ സ്പെക്കും ഓപ്പോ F27 Pro Plusൻ്റെ സ്പെക്കും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു CMF Phone 1 അടിച്ചിടും ഓപ്പോനെ. ഇതിനകത്ത് വന്നിട്ടുള്ള SoC MediaTekൻ്റെ 7200 എന്ന് പറഞ്ഞിട്ടുള്ള SoC ആണ്. നത്തിങ് ഫോൺ 2ൽ വന്നിട്ടുള്ളതിൻ്റെ ഇത്രയോടെ ഡൗൺ ഗ്രേഡഡ് ആയിട്ടുള്ള ചിപ്സെറ്റ്. പറയേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു MediaTekൻ്റെ 7200 എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 7+ Gen 3യും 7 Gen 3യുടെ ഏകദേശം പവറിൽ നിൽക്കുന്നൊരു ചിപ്സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു യൂസർ എക്സ്പീരിയൻസും അത്യാവശ്യം പവർ, അതായത് വലിയ എക്സ്പെക്റ്റേഷനൊന്നും വേണ്ട. പക്ഷേ നമുക്ക് അത്യാവശ്യം ഗെയിം കളിക്കാനും അതുപോലെ ടാസ്കുകളൊക്കെ നടത്താനൊക്കെ നൈസാണ് ഈ ഒരു ചിപ്പ് MediaTekൻ്റെ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ജസ്റ്റ് ഒരു ടീസർ മാത്രം വന്നിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ SoC തന്നെ ആയിരിക്കണമെന്ന് പറയാൻ നമുക്ക് ഉറപ്പില്ല. പക്ഷേ എന്താ പറയുക, നത്തിങ്ങും CMFൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു ലീക്ക് വരുവാണെങ്കിൽ തന്നെ
നമ്മൾ ആ ലീക്ക് വരുന്ന സെയിം എക്സാക്റ്റ് സാധനം തന്നെയായിരിക്കും ഒഫീഷ്യൽ പ്രോഡക്റ്റിൽ വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഏകദേശം ഈ ഒരു SoC വരുമെന്ന്. പിന്നെ ഇതും 6.7 ഇഞ്ചിൻ്റെ ആ ഒരു സ്ക്രീൻ സൈസൊക്കെ വരുന്ന ഒരു ഫോണാണ്. ബേസിക് ഫോൺ എന്ന് പറയാം. എന്തായാലും ആ ഒരു നത്തിങ് ഫോൺ 2A ഉണ്ടല്ലോ, അതിനേക്കാളും പ്രൈസ് മിക്കവാറും കുറയാൻ ചാൻസ് ആണ്. കാരണം CMFൻ്റെ ബ്രാൻഡ്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ, ചെറിയൊരു പ്രൈസിൽ, അതായത് ഒരു ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് അവരുടെ മെയിൻ. അപ്പോൾ എന്തായാലും നമുക്ക് നത്തിങ് ഫോൺ 2നേക്കാളും പ്രൈസ് കുറഞ്ഞിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിനകത്ത് വന്നിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് ആണ്. നത്തിങ് OS ആണ് അതിനകത്ത് റൺ ചെയ്യുക. പറയേണ്ട കാര്യമില്ല, കിഡിലൻ യൂസർ എക്സ്പീരിയൻസ് ആണ് തരാം. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നത്തിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. ഭൂരിഭാഗം പേരും ഇഷ്ടപ്പെടുന്നവരല്ല. ഓക്കെ, കുറച്ച് പേരാണ് ഈ സംഭവം ഇഷ്ടപ്പെടുന്നതും. അതിൻ്റെ ആ ഒരു മെട്രിക്സ് ടൈപ്പ് ഫോണ്ടൊക്കെയാണ് അതിന് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ മോണോക്രോമാറ്റിക്, ബ്ലാക്ക് ആൻഡ് വൈറ്റും ബ്ലാക്ക് ആൻഡ് റെഡ് ആ ഒരു കോമ്പിനേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഏജിലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് ഇത്തിരി മടുപ്പായിട്ട് തോന്നും. അത് നമുക്കറിയാം. നമ്മൾ നേരത്തെ നത്തിങ് ഫോൺ 2നെ പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് കമൻറ്റ്സ് ഒക്കെ അതിന് വന്നായിരുന്നു. ഇനി നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നത്തിങ്ങിൻ്റെ OSനെ പറ്റി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് പെർഫോമൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ ആ ഒരു കാണുമ്പോൾ വിഷ്വൽ എക്സ്പീരിയൻസ് അത്ര നല്ലൊരു സംഭവമല്ല അതിൻ്റെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുന്നത് നൈസായിരിക്കും. പിന്നെ നത്തിങ് ഫോൺ 2A ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. കാരണം നമ്മൾ നത്തിങ് ഫോൺ 2നെ പറ്റി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസിലൊക്കെ പറഞ്ഞ സെയിം സ്പെക്ക് തന്നെയാണ് നമുക്ക് ആ ഒരു ഒഫീഷ്യൽ പ്രോഡക്റ്റിലും വന്നത്. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ പിന്നെ ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് പറയാം, അടിപൊളിയായിരിക്കും. ഇനിയാണ് ഷവോമിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ, ഷവോമി 14CV. ഈ ഒരു CV എന്ന് പറഞ്ഞ സീരീസ് സാധാരണ ചൈനയിലെ മെയിൻ സീരീസാണ്. അതായത് ഇപ്പോൾ ഷവോമിയുടെ ടോപ്പ് ഫോൺസായ ഷവോമി 14 സീരീസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് CV എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഡ് റേഞ്ച് സീരീസ് ഇറങ്ങും. അപ്പോൾ ആ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടോപ്പ് ആയിരിക്കും ഈ ഒരു CV സീരീസിൽ. കാരണം ചൈനയിൽ ക്വാളിറ്റി വെച്ച് കളിച്ച് കഴിഞ്ഞാൽ അവർ നല്ല പണി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മിഡ് റേഞ്ച് സീരീസൊക്കെ നൈസാണ്. അപ്പോൾ ആ ഒരു സെയിം സീരീസ് നമ്മുടെ ഇന്ത്യയിലേക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് CV സീരീസിലേക്ക് വരുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് ഈ വരുന്ന ഷവോമി 14. ഇപ്പോൾ ഷവോമി 14ൻ്റെ CV വെർഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള ചിപ്പ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്നുള്ള ചിപ്പാണ് വരുന്നത്. നല്ല ചിപ്പ് തന്നെയാണ്, പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ബാറ്ററി ലൈഫിൽ കുറച്ച് വിഷയം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് ഹീറ്റിംഗ് കൂടുതലാണ് ഈ ഒരു ചിപ്പിന്. പിന്നെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ 8 Gen 3 അത്രയും അടുത്ത് പോലും വരില്ല 8 Gen 3. പക്ഷേ 8 Gen 2ൻ്റെ ചില കാര്യങ്ങളിലേക്ക് അടിച്ചിടാൻ ഈ ഒരു 8 Gen 3 മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് അത്യാവശ്യം നല്ലൊരു ഡിവൈസ് ആയിരിക്കും. പിന്നെ ബിൽഡിൻ്റെ കാര്യം പറയും, അലുമിനിയം ഫ്രെയിമും ഗ്ലാസ് ബാക്കും അതുപോലെ തന്നെ നല്ല പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് വരുന്ന ഒരു നല്ല ബിൽഡായിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. ഡിസ്പ്ലേ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പും ഒക്കെ അടിപൊളിയാണ്. അതിനേക്കാളൊക്കെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഇതിനകത്ത് വരുന്ന യൂസർ ഇൻ്റർഫേസ് ആണ്, HyperOS. നല്ല റിപ്പോർട്ട്സ് ആണ് ഇപ്പോൾ എല്ലായിടത്തും നിന്നും പറയുന്നത്. വലിയ ബഗ്ഗൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ തന്നെ റിയൽമി നോട്ട് 11നെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ HyperOS അതിൽ വർക്ക് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു ഡിവൈസിൽ ആഡ് ഉണ്ട്. കാരണം ബഡ്ജറ്റ് സീരീസ് ആയതുകൊണ്ട് തന്നെ ആഡ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി കുറ്റം പറയാനില്ല. പക്ഷേ ബാക്കിൻ്റെ ആ ഒരു ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നൈസ് തന്നെയാണ്. MIUI വെച്ച് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയാം, MIUI ആണോ നല്ലത്, HyperOS ആണോ നല്ലത്. അപ്പോൾ സ്പെക്ക് വൈസും എന്താ പറയുക, ഈ ഒരു ഷവോമി 14CV അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ എന്തായാലും ഇതൊരു മിഡ് റേഞ്ച് സെറ്റപ്പാണ്. 8 Gen 3 ആണ് വരാം. റിയൽമിയുടെ ആ ഒരു GT6 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ ഏകദേശം പ്രൈസ് തന്നെയായിരിക്കും ഈ ഒരു ഡിവൈസിനും വരാം. കാരണം അതും ഏകദേശം ഒരേ കോമ്പറ്റീഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു ഡിവൈസസ് ആണ്. ഒരു 30,000 മുതൽ 40,000 വരെ ആ ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്ക് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വരാൻ പോകുന്നത്. അതായത് നമ്മുടെ 2024 പകുതിയിലേക്ക് കടക്കുന്ന സമയത്ത് വരുന്ന പുതിയ സ്മാർട്ട് ഫോൺസ് ഇനി ലോഞ്ച് ചെയ്യാനിരിക്കുന്നുണ്ട്. ഇനിയിപ്പം വരാനുള്ളത് നത്തിങ് ഫോൺ 3നെ പറ്റിയാണ്. നത്തിങ് ഫോൺ 3യുടെ ഇപ്പം ഈ ഒരു വർഷം ഉണ്ടാവില്ല, 2025 അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ വരുള്ളൂ. അതിനകത്ത് വരുവാണെങ്കിൽ തന്നെ അതിനകത്ത് ഇനി മെയിനായിട്ട് അവർ ആഡ് ചെയ്യാൻ പോകുന്നത് AI ഫീച്ചേഴ്സാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസിങ് ഞാൻ ഏകദേശം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് പറയുന്നത്. ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ഞാൻ പറയുന്നില്ല, കാരണം പ്രൈസിങ്ങിന് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നൊരു ഉള്ളടക്കം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലിസ്റ്റിലെ 2 ഡിവൈസസ് ആണ് ഒരു 30,000 മുതൽ 40,000 വരെ പ്രൈസ് ചെയ്യാൻ പോകുന്ന ഡിവൈസസ്. അത് റിയൽമിയുടെ GT6ഉം പിന്നെ ഈ ഒരു ഷവോമി 14CV ആയിരിക്കും. അപ്പോൾ ഇതിന് രണ്ടിൽ ഏത് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽമി എന്ന് പറയുന്നത് തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസിൻ്റെ മെയിൻ ടോപ്പ് സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ മെയിൻ. അതുപോലെ ക്യാമറ, ബാറ്ററി ലൈഫ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് മെയിൻ എങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കുന്നതായിരിക്കും, റിയൽമി GT6 എടുക്കുന്നതായിരിക്കും നല്ലത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ രണ്ടും സെയിം ചിപ്സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഏകദേശം സെയിം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അപ്പോഴും റിയൽമി GT സീരീസ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. അപ്പം ഗെയിമിൻ്റെ എക്സ്ട്രാ ബൂസ്റ്റൊക്കെ അതിനകത്ത് വരും. അപ്പോൾ അങ്ങനെ നോക്കിയാലും റിയൽമി GT6 തന്നെയാണ് അടിപൊളിയായിട്ട് തോന്നുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഷവോമി 40CV വരുന്നത് ലൈക്കയുടെ കൊളാബറേഷനിൽ വരുന്ന ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ലൈക്കയുടെ ക്യാമറ സെറ്റപ്പിൻ്റെ കാര്യം പറയണ്ട, ക്വാളിറ്റി സാധനങ്ങളാണ്. പക്ഷേ പ്രശ്നം നമ്മൾ ആ ഒരു ഫോൺ മേടിച്ച് യൂസ് ചെയ്ത് 1-2 വർഷമൊക്കെ ഓക്കെ, പിന്നെ അപ്ഡേറ്റ്സ് ഒന്നും വരാതിരിക്കുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ വരാതിരിക്കുമ്പോൾ ഇതിന് ഒപ്റ്റിമൈസേഷനും അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ വിഷയങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഇത് ലോങ് ടൈമിലേക്ക് നല്ലതാണെന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ആ എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോസൊക്കെ നൈസായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു 2 ഫോൺസിനെ പറ്റി പറയാനുള്ളത്. ഇനി ബാക്കി ഫോൺസ് എന്നൊക്കെ പറഞ്ഞാൽ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലാണ്. ഏതെടുത്താലും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഓപ്പോയുടെ ആ ഒരു ഡിവൈസ് എടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ആ ഒരു പ്രൈസിൽ എന്തായാലും ഒരു 30,000 വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു ഡിവൈസിൻ്റെ ഇങ്ങനെ ഈ പോക്ക് കണ്ട. കാരണം ഡിസൈനും IP69 ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഒരു 28 മുതൽ 35 ആ റേഞ്ചിൽ വരും. ആ റേഞ്ചിൽ വന്നാൽ ആ ഒരു ഫോൺ അങ്ങ് അവോയ്ഡ് ചെയ്യുക. ബാക്കി ഉള്ള ഡിവൈസസ് ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഈ CMF ഫോൺ ഒക്കെ വന്ന് അതിൻ്റെ ഡിസൈൻ ഇത് റിവീൽ ആയിട്ടില്ല. ഡിസൈൻ റിവീൽ ആകുമ്പോൾ നമ്മളൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അതെടുക്കും CMF ഫോൺ എടുക്കുന്നതായിരിക്കും ഓപ്പോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.